ഹായ് മക്കളെ, 15 മിനിറ്റ്സ് കൊണ്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏതൊക്കെ ഏരിയകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക എന്നൊക്കെ നമുക്ക് ഈ ഒരു ക്വിക്ക് റിവിഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആണ്. എന്താ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ ബൈ ടൈം ടേക്കൺ, അതല്ല എങ്കിൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ ബൈ ടൈം ടേക്കണിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ റേറ്റ് നമുക്ക് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ടേമിലും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ടേമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രൊഡക്റ്റ് എന്നാണ് വരേണ്ടത് കേട്ടോ. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഉണ്ട്. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ഇന്റർവെല്ലിനുള്ളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റിനെയാണ് ആവറേജ് റേറ്റ് എന്ന് പറയുക. നോർമലി ഇതാണ് നിങ്ങളുടെ റിയാക്ഷൻ എങ്കിൽ മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഇക്വൽ ടു മൈനസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി ഈസ് ഇക്വൽ ടു പ്ലസ് ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി ഈസ് ഇക്വൽ ടു പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡെൽറ്റ ടി. ഇങ്ങനെയാണ് ആവറേജ് റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലുള്ള റേറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുക. നോർമലി സ്മോൾ ചേഞ്ച് ആയതുകൊണ്ട് ഡി എന്നാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിയാക്ഷൻ എങ്കിൽ എ മോൾസ് ഓഫ് എയും ബി മോൾസ് ഓഫ് ബിയും റിയാക്ട് ചെയ്ത് സി മോൾസ് ഓഫ് സിയും ഡി മോൾസ് ഓഫ് ഡിയുമായിട്ടാണ് മാറുന്നതെങ്കിൽ minus 1 by a into d of a by dt is equal to minus 1 by b d of b by dt is equal to 1 by c d of c by dt is equal to 1 by d d of d by dt. ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. സെക്കൻഡ് തന്നെ ആവണമെന്നില്ല. യൂണിറ്റ് ഓഫ് ടൈം എന്താണോ അതിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകാം. മിനിറ്റിലും അതുപോലെ തന്നെ സെക്കൻഡിലും അവറിലും ഒക്കെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നിന്നുള്ളൊരു ചോദ്യം നോക്കൂ നിങ്ങൾ. ഫോർ ദ റിയാക്ഷൻ 2a plus b gives c which relationship is correct എന്നാണ് ചോദ്യം. അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പുകളിലും എയുടെയും സിയുടെയും കോൺസെൻട്രേഷനുകളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിയാക്ഷന്റെ റേറ്റിനെ എയുടെ ടേമിലും സിയുടെ ടേമിലും നമ്മൾ എഴുതാം. റിയാക്ടന്റിന്റെ ടേമിൽ റേറ്റ് എഴുതുമ്പോഴെല്ലാം -1 കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എയുടെ ടേമിൽ എഴുതുമ്പോൾ -1/2 ഇൻറ്റു ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു സിയുടെ ടേമിൽ എഴുതുമ്പോൾ ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി. റെഡി അല്ലേ? ഡെൽറ്റ ടികൾ ക്യാൻസൽ ആകുന്നു. സോ ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ഈ -1/2 അങ്ങോട്ട് പോകുമ്പോൾ -2 ഇൻറ്റു ഡെൽറ്റ സി എന്നാകും. ഫോർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആണ്. അത് കൂടുമ്പോൾ റേറ്റ് കൂടും. ടെമ്പറേച്ചർ ആണ്, അത് കൂടുമ്പോൾ റേറ്റ് കൂടും. കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് ആണ്, കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റേറ്റ് കൂടും. ആൻഡ് സൈസ് ഓഫ് ദ റിയാക്ടന്റ് കുറയും തോറും റേറ്റ് ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ സർഫസ് ഏരിയ ഓഫ് ദ റിയാക്ടന്റ് കൂടുന്തോറും റേറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റേറ്റ് ലോ എന്താണെന്ന് നമുക്കറിയണം. കാരണം റേറ്റ് ലോയിലൂടെയാണ് ഒരു റിയാക്ഷന്റെ റേറ്റും അതിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് മനസ്സിലാവുക. സോ ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷന്റെ കേസിൽ റേറ്റ് നമ്മൾ എങ്ങനെ എഴുതുക? ലോ ഓഫ് മാസ് ആക്ഷൻ ആണെങ്കിൽ നമ്മളിത് k ഇൻറ്റു എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി എന്ന് എഴുതും. കാരണം അവിടെ എയും ബിയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. പക്ഷെ റേറ്റ് ലോ അനുസരിച്ചാണെങ്കിൽ അവിടെ k ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ എന്നാ പറയുക. എക്സും വൈയും എക്സ്പെരിമെന്റൽ ഡാറ്റ അനുസരിച്ച് കിട്ടേണ്ടതാണ്. അത് തിയറിറ്റിക്കലി നമുക്ക് ഇവിടെ നിന്ന് എഴുതാൻ കഴിയില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. റെഡി അല്ലേ? എക്സ് ആൻഡ് വൈ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ ആൻഡ് ബി. എക്സും വൈയും എക്കും ബിക്കും ഈക്വൽ ആവാം, ഈക്വൽ ആവാതിരിക്കാം. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ്. കാരണം ഓർഡർ ഓഫ് ദ റിയാക്ഷൻ മാറുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റുകളുടെ യൂണിറ്റ് മാറാം. സപ്പോസ് നിങ്ങൾ എടുക്കുന്ന റിയാക്ഷന്റെ ഓർഡർ, ഇഫ് n ഈസ് ദി ഓർഡർ ഓഫ് ദ റിയാക്ഷൻ, നിങ്ങൾ എടുക്കുന്ന ഒരു nth ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ n ആണ് നിങ്ങളുടെ റിയാക്ഷന്റെ ഓർഡർ എങ്കിൽ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് k എന്ന് പറയുന്നത് മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ് എന്നായിരിക്കും. ഒരു ചോദ്യം കണ്ടോ നിങ്ങൾ? ഈ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഫോർ ദ റിയാക്ഷൻ 3a plus 2b gives c plus d the differential rate law can be written as. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിലെല്ലാം എയുടെയും സിയുടെയും ടേമിലുള്ള റേറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, എ റിയാക്ടന്റ് അല്ലേ? അപ്പൊ -1/3. അപ്പൊ തന്നെ ആൻസർ കിട്ടി. -1/3 ഡി ഓഫ് എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സിയുടെ ടേമിലേക്ക് വരുമ്പോൾ ഡി ഓഫ് സി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇനി k ഇൻറ്റു എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എം, വേർ എന്നും എമ്മും ഈ റിയാക്ഷന്റെ റേറ്റ് ആണ്, ഓർഡർ ആണ് വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ബി, വേർ n plus m is the total order of the reaction. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി അതിൽ ഓർഡർ മോളിക്കുലാരിറ്റി ആണ്. അപ്പൊ നമുക്കറിയാം ഒരു റിയാക്ഷന്റെ ഓർഡർ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അല്ലെ? ആ റേറ്റ് ലോയിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളെയോ അതിന്റെ സമ്മിനെയോ നമ്മൾ വിളിക്കുന്ന പേരാണ്
ഓർഡർ എന്ന് പറയുന്നത്. മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയി കൊളൈഡ് ചെയ്യുന്ന റിയാക്ടന്റ് മോളിക്യൂളുകളുടെ എണ്ണത്തെയാണ് നമ്മൾ മോളിക്യുലാരിറ്റി എന്ന് പറയുക. സോ നോർമലി നമ്മൾ ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്, എക്സും വൈയുമാണ്. മോളിക്യുലാരിറ്റി എപ്പോഴും എന്തായിരിക്കും? ഒരു റിയാക്ടന്റുകളുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകളുടെ സമ്മായിരിക്കും മോളിക്യുലാരിറ്റി. അതിലും ഒരു പ്രശ്നമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോളിക്യുലാരിറ്റിക്ക് എയ്തർ 1 or 2 or 3 ഈ 3 വാല്യൂസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. പക്ഷേ ഓർഡർ അങ്ങനെയല്ല. 0 ആകാം, പോസിറ്റീവ് വാല്യൂ ആകാം, നെഗറ്റീവ് വാല്യൂ ആകാം, ഫ്രാക്ഷണൽ വാല്യൂ ആകാം. എല്ലാ പോസിബിൾ വാല്യൂസും ഓർഡറിന് പോസിബിൾ ആണ്. റെഡി അല്ലേ? ഇപ്പോൾ മോളിക്യുലാരിറ്റി നമ്മൾ നോക്കുമ്പോൾ ഒന്നുകിൽ യൂണിമോളിക്കുലർ ആവാം, അല്ലെങ്കിൽ ബൈമോളിക്കുലർ ആവാം, അല്ലെങ്കിൽ ട്രൈമോളിക്കുലർ ആവാം. കാരണം 3ൽ കൂടുതൽ റിയാക്ഷൻ മോളിക്യൂളുകൾ സൈമൾട്ടേനിയസ് ആയി കൊളൈഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കുറവാണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ 3ൽ കൂടുതൽ മോളിക്യൂളുകൾ കൊളൈഡ് ചെയ്യേണ്ടി വരുമ്പോഴെല്ലാം നമ്മൾ പറയും അത് ഒന്നിലധികം സ്റ്റേജുകളിലായി നടക്കുന്ന റിയാക്ഷനാണ്. അത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. അവിടെ നമ്മൾ സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്. അതായത് ഒരു റിയാക്ടന്റ് എക്സസ് ആയി വരുന്ന കേസുകളിലെല്ലാം ആ റിയാക്ഷന്റെ യഥാർത്ഥ ഓർഡർ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഓർഡർ ആയിരിക്കില്ല. അപ്പോൾ ഒരു ഹയർ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നു എന്ന് തോന്നുകയും ആക്ച്വലി ലോവർ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുകയും ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് എന്ന് വിളിക്കുക. ഇപ്പൊ കെയിൻ ഷുഗറിന്റെ ഇൻവേർഷൻ, അവിടെ വെള്ളം എക്സസ് ആണ്. എസ്റ്ററിന്റെ ഹൈഡ്രോളിസിസ്, ആസിഡ് ഹൈഡ്രോളിസിസ്, അവിടെ വാട്ടർ എക്സസ് ആണ്. ഒരു കമ്പോണന്റ് എക്സസ് ആയി വരുന്ന കേസുകളിലെല്ലാം അത് സ്യൂഡോ ഓർഡർ ആയിരിക്കും. അപ്പൊ ഈ റിയാക്ഷൻ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഓർഡർ ആണെന്ന്, പക്ഷെ ആക്ച്വലി ഇത് ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ ആണ്. അതുപോലെ എസ്റ്റർ ഹൈഡ്രോളിസിസ്, ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഓർഡർ ആണെന്ന്, പക്ഷെ ആക്ച്വലി അത് എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുക. ഒരു ചോദ്യം കണ്ടോ? ദ ഇക്വേഷൻ ആൻഡ് ദ റേറ്റ് ലോ ഫോർ ദ ഗ്യാസ് ഫേസ് റിയാക്ഷൻ ബിറ്റ്വീൻ NO ആൻഡ് H2R. അപ്പൊ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ് ലോ തന്നിട്ടുണ്ട്. ആ റേറ്റ് ലോയിൽ നിന്ന് വളരെ ക്ലിയർ ആണ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് 2+1 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 3. ഇനി ചോദ്യം എന്താ? അങ്ങനെയാണെങ്കിൽ കെയുടെ യൂണിറ്റ് എന്താന്നാ? കെയുടെ യൂണിറ്റ് എങ്ങനെ നമ്മൾ കാണാം? മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ്. n എന്ന് പറയുന്നത് 3 അല്ലേ, തേർഡ് ഓർഡർ അല്ലേ? അപ്പൊ എന്നിന്റെ സ്ഥാനത്തെല്ലാം 3 കൊടുത്താൽ മോൾ റേസ് ടു -2 ലിറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -1 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ പോകുന്നത് അടുത്ത ചോദ്യത്തിലേക്കാണ്. ഇങ്ങനെ ടേബുലാർ ഡാറ്റ തന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന വളരെ കോമൺ ആണ്, നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഒരു ടേബിളിൽ 2 റിയാക്ടന്റുകളുടെയും 3 കേസുകളിലുള്ള കോൺസെൻട്രേഷൻസ് ഉണ്ട്. ആ സമയത്ത് ഉണ്ടാവുന്ന റേറ്റ് ഉണ്ട്. ഇനി ചോദ്യം ഇതിന്റെ റേറ്റിലോ എന്താണെന്നാണ്. അപ്പൊ നമുക്ക് വേണ്ടത് റേറ്റും എയുടെ കോൺസെൻട്രേഷനും തമ്മിൽ എന്താ ബന്ധം, റേറ്റും ബിയുടെ കോൺസെൻട്രേഷൻ തമ്മിൽ എന്താ ബന്ധം. അപ്പൊ എയുടെ കോൺസെൻട്രേഷനുമായിട്ടുള്ള ബന്ധം കാണണമെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷൻസ് കോൺസ്റ്റന്റ് ആയി നിൽക്കുകയും ആ സമയത്ത് എയുടെ കോൺസെൻട്രേഷൻ എന്താ പറ്റുന്നേ? ഡബിൾ ആകും. ആ സമയത്ത് റേറ്റിന് എന്താ പറ്റുന്നേ? ഡബിൾ ആകും. അപ്പൊ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന അതേ മാറ്റം റേറ്റിലും ഉണ്ടായാൽ അതിനർത്ഥം കോൺസെൻട്രേഷന്റെ പവർ 1 ആണ് എന്നാണ്. അപ്പോൾ എയുടെ പവർ 1 ആണ്. ഇതേപോലെ ബിയുടെ പവർ കിട്ടണമെങ്കിൽ എയുടെ കോൺസെൻട്രേഷൻ സെയിം ആകുന്ന 2 കേസ് എടുക്കുക. ആ സമയത്ത് ബിയുടെ കോൺസെൻട്രേഷൻ എന്താ പറ്റുന്നേ? പകുതിയാകുന്നു. ആ സമയത്ത് റേറ്റിന് എന്താ പറ്റുന്നേ? പകുതിയാവുന്നു. അപ്പൊ കോൺസെൻട്രേഷൻ സംഭവിക്കുന്ന അതേ മാറ്റം റേറ്റിനും സംഭവിച്ചാൽ പവർ 1 ആണ്. അപ്പൊ 2 കോൺസെൻട്രേഷൻ ടേമുകളുടെയും പവർ 1 ആണ്. ദ റേറ്റ് ലോ ഈസ് റേറ്റ് ഈസ് ഈക്വൽ ടു K × A × B എന്ന് കിട്ടും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? ഇനി ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. ഒരു 0 ഓർഡർ റിയാക്ഷന്റെയും ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ആണ് നമുക്ക് ഓർമ്മ വേണ്ടത്. സെക്കൻഡ് ഓർഡറിൻ്റെത് അത്ര നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമല്ല, പക്ഷെ ഓർത്തു വെച്ചാൽ നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ഒരു 0 ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് റിയാക്ടന്റ് R അറ്റ് ടൈം T ഈസ് ഈക്വൽ ടു -KT പ്ലസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് എന്നാണ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പറയുന്നത് ln_R ഈസ് ഈക്വൽ ടു അല്ലെ -KT പ്ലസ് ln_R0 എന്നാണ്. ഈ രണ്ടിനെ നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് എന്ന് പറയുക. ആ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് K കാണാനുള്ള ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. A0 മൈനസ് അഥവാ R0 മൈനസ് R/T ഓർ 2.303/T log R0/R അല്ലെ. ഇതൊരു 0 ഓർഡറിന്റെയാണ്, ഇതൊരു ഫസ്റ്റ് ഓർഡറിന്റെയാണ്. ഇനി സെക്കൻഡ് ഓർഡർ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. K ഈസ് ഈക്വൽ ടു 1/T × 1/R - 1/R0. അതായത് A എന്ന് പറഞ്ഞാലും R എന്ന് പറഞ്ഞാലും റിയാക്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. റെഡി അല്ലേ? ഓക്കെ. അതിനൊപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഹാഫ് ലൈഫ് പീരീഡ് ആണ്. ഒരു റിയാക്ഷനിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുക. ഒരു 0 റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് A0/2K ആണ്, വേർ A0 ഈസ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. ആൻഡ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിലേക്ക് വരുമ്പോൾ 0.693/K ആണ്. അപ്പൊ ഇവിടെ T ഹാഫും A0യും
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ടി ഹാഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും തമ്മിൽ ബന്ധമില്ല. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് വെച്ചുകൊണ്ട് T75 കാണാം, T87.5 കാണാം, T93.75 കാണാം, T96.81 കാണാം, T99.9 കാണാം. ഇതെല്ലാം ഷോർട്ട് കട്ടുകളാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചോദ്യങ്ങളെ ആൻസർ ചെയ്യാം. ഇനി അതിന്റെ ഗ്രാഫുകളാണ്. സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും വെറൈറ്റി ഓഫ് ഗ്രാഫുകൾ നമ്മൾ പഠിക്കണം. കോൺസെൻട്രേഷൻ വേഴ്സസ് റേറ്റിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം, സീറോ ഓർഡറിന്റെ ഫസ്റ്റ് ഓർഡറിന്റെ. ടൈം വേഴ്സസ് കോൺസെൻട്രേഷന്റെ ഗ്രാഫ് കാണാം. ആൻഡ് ഫസ്റ്റ് ഓർഡറിലേക്ക് വരുമ്പോൾ ടൈം വേഴ്സസ് ലോഗ് കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇത് രണ്ടും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനെ ബേസ് ചെയ്യുന്ന ഗ്രാഫുകളാണ്. ഇവിടെ സീറോ ഓർഡറിന്റെ സ്ലോപ്പ് -k ആണ്. ആൻഡ് ഫസ്റ്റ് ഓർഡറിന്റെ സ്ലോപ്പ് -k/2.303 ആണ്. ആൻഡ് ഫൈനലി ഒരു സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും കോൺസെൻട്രേഷൻ വേഴ്സസ് ഹാഫ് ലൈഫിന്റെ ഗ്രാഫ് കൂടി കാണാം. അവിടെ ഫസ്റ്റ് ഓർഡറിൽ ഹാഫ് ലൈഫിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഫസ്റ്റ് ഓർഡറിൽ കോൺസെൻട്രേഷനും ഹാഫ് ലൈഫും തമ്മിൽ ഒരു ബന്ധവുമില്ല, നമ്മൾ ആൾറെഡി പറഞ്ഞു. അവിടെ ഒരു ചോദ്യം കണ്ടോ, a first order reaction has a rate constant of 2.303 into 10⁻³ second inverse. The time required for 40 gram of this reactant to reduce to 10 gram will be. അപ്പൊ നിങ്ങൾ നോക്കിയടാ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉണ്ട്, ഫൈനൽ കോൺസെൻട്രേഷൻ ഉണ്ട്, കെ ഉണ്ട്. അപ്പൊ നോർമലി നമ്മൾ ചെയ്യുക ഫസ്റ്റ് ഓർഡർ അല്ലേ, T = 2.303 log R0/R വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ അല്ലേ, ടി ഹാഫ് കാണാം, കെയുടെ വാല്യൂ വെച്ച് ടി ഹാഫ് കാണാം. എന്നിട്ട് എത്ര ടി ഹാഫ് ആണ്, എത്ര ഹാഫ് ലൈഫ് കൊണ്ടാണ് 40 10 മാറുന്നത് നോക്കാം. അപ്പൊ 2 ടി ഹാഫ് ആണെന്ന് മനസ്സിലാകും. അപ്പൊ 2 × ടി ഹാഫ് ചെയ്യുക, ആൻസർ കിട്ടും. അപ്പൊ ഒന്നെങ്കിൽ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ നിങ്ങൾക്ക് എന്റെ ആൻസറിലേക്ക് എത്തിപ്പെടാം. റെഡി. അടുത്ത് 2020 നീറ്റിലെ ഒരു ചോദ്യമാണ്. ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ is 4.606 into 10⁻³ second inverse. The time required to reduce 2 gram of the reactant to 0.2 gram. അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉണ്ട്, ഫൈനൽ കോൺസെൻട്രേഷൻ ഉണ്ട്, കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ log 2/0.2 വരും, log 10 വരും, log 10 1 ആണ്. ഫൈനൽ ആൻസർ 500 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. റെഡി. ഇനി അതിൽ അവസാന ടോപ്പിക് എന്ന് പറയുന്നത് അരീനിയസ് ഇക്വേഷൻ ആണ്. ഒരു റിയാക്ഷന്റെ റേറ്റും ടെമ്പറേച്ചറും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചപ്പോൾ ആൾമോസ്റ്റ് എല്ലാ റിയാക്ഷനുകളിലും റിയാക്ഷന്റെ റേറ്റ് ഡബിൾ ആകുന്നു ഫോർ എവരി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഉണ്ടാകുന്ന ഓരോ 10 degree റൈസിനും റിയാക്ഷൻ റേറ്റ് ഡബിൾ ആകുന്നു. ആൻഡ് അരീനിയസ് ഇക്വേഷൻ പറയുന്നത് K = A × e⁻⁻RT എന്നാണ്. K റേറ്റ് കോൺസ്റ്റന്റ് ആണ്, A അരീനിയസ് ഫാക്ടർ അഥവാ ഫ്രീക്വൻസി ഫാക്ടർ ആണ്, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, EA എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ലോഗരിതമിക് ഫോമിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ln K = -EA/RT പ്ലസ് ln എന്ന് എഴുതാം. അതല്ല LOG ലോഗിലേക്ക് വരുമ്പോൾ log K = -EA/2.303R log A എന്ന് എഴുതാം. റെഡി അല്ലേ? അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 1/t വേഴ്സസ് log K ന്റെ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആണ് വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. സ്ലോപ്പ് ഇസ് -EA/2.303R ആൻഡ് y ഇന്റർസെപ്റ്റ് ഇസ് log A. റെഡി അല്ലേ? ഇവിടുന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2 ഡിഫറെന്റ് ടെമ്പറേച്ചറുകളിൽ 2 ഡിഫറെന്റ് റേറ്റ് കോൺസ്റ്റന്റുകൾ തന്നാൽ log K2/K1 is equal to EA divided by 2.303R into T2 minus T1 by T1 T2 വെച്ചുകൊണ്ടും ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം. അപ്പൊ 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ T1 ഉം T2 തന്നിട്ട് ആ ടെമ്പറേച്ചറുള്ള റേറ്റ് കോൺസ്റ്റന്റ് K1 ഉം K2 ആണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും മോസ്റ്റ് പ്രോബബിളി നിങ്ങളോട് ചോദിക്കുക. ഒരു ചോദ്യം കണ്ടോ, a zero order reaction for every 10 degree rise of temperature the rate is doubled. അപ്പൊ ടെമ്പറേച്ചറിൽ ഓരോ 10 degree റൈസ് ഉണ്ടാകുമ്പോൾ റേറ്റ് ഡബിൾ ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ 10 ഡിഗ്രിയിൽ നിന്ന് ടെമ്പറേച്ചർ 100 ഡിഗ്രിയിലേക്ക് ഇൻക്രീസ് ചെയ്താൽ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ ബിക്കം. അപ്പൊ റിയാക്ഷന്റെ റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 2⁻⁰ ആണ്. ∆T എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പൊ 100 - 10 ചെയ്താൽ ∆T കിട്ടും, 90 ആണ്. അപ്പൊ 2⁻90/10, സോ 2⁻9 ഇറ്റ് ഇസ് 512, അഥവാ 512 ഇരട്ടിയായിരിക്കും പുതിയ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത്. Another question, the rate constant of a reaction at temperature 200 Kelvin is 10 times less than the rate constant at 400 Kelvin. അതായത് T1 എന്ന് പറയുന്നത് 200 Kelvin ആയിട്ടും T2 എന്ന് പറയുന്നത് 400 Kelvin ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത് അറിയാമോ നിങ്ങൾക്ക്? ഇവർ പറയുന്നത് K2 എന്ന് പറയുന്നത് 10 times K1 ആണ്. അതായത് ഈ ടെമ്പറേച്ചറിലെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചറിലെ റേറ്റ് കോൺസ്റ്റന്റിന്റെ 10 times ആണ്. അപ്പൊ 10 times K1 ആണ്. അപ്പൊ log K2/K1. ഇനി ചോദ്യം എന്താ? ആക്ടിവേഷൻ എനർജി കാണാനാണ്. log K2/K1 is equal to EA/2.303R into T2 minus T1 by T1 T2 ചെയ്താൽ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ EA is equal to 921.2R. ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതില്ല, കാരണം ഓപ്ഷൻസിലെല്ലാം R ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ലോപ്പ് ഓഫ് അരീനിയസ് പ്ലോട്ട്. അപ്പൊ അരീനിയസ് ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ നമുക്ക് ഓർമ്മ വേണം.
ഓക്കെ, അത് -5 × 10⁻³ ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇ എന്നാണ് ചോദ്യം. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് -EA/ln k വേഴ്സസ് 1/t ആണല്ലോ ഗ്രാഫ്. അപ്പൊ 2.3 ഉണ്ടാവില്ല. -EA/r അതാണ് 5 × 10⁻³, അതായത് -5 × 10⁻³ എന്ന് പറയുന്നത്. സോ EA = 5 × 10⁻³ × r ആയിരിക്കും. ആറിന്റെ വാല്യൂ നമ്മൾ 8.314 എന്ന് എടുത്താൽ 41.5 കിലോ ജൂൾ ആൻസർ കിട്ടും അല്ലെ. 41.5 കിലോ ജൂൾ ആൻസർ കിട്ടും. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തു. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഒരു ക്വിക്ക് റിവിഷൻ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയാം. അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.